മലബാറിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ട്രാൻസ്ഫോമറിലുണ്ടായ തകരാറാണ് കാരണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വൈദ്യുതി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB അറിയിച്ചു. തകരാറ് പരിഹരിക്കാൻ ഒരാഴ്ച വേണ്ടിവരുമെന്നും KSEB അറിയിക്കുന്നു. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഈ തകരാറിന് കാരണം എന്താണെന്നാണ് KSEB ഇപ്പോൾ വിശദീകരിക്കുന്നത്? ഒരാഴ്ച സമയമെന്ന് പറഞ്ഞാൽ ഈ വേനലാണ്, കടുത്ത ചൂടാണ്. മാധു, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് KSEB ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്നു മുതൽ അടുത്ത 5 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നത്. മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റേതായിട്ടുള്ള ഈ വൈദ്യുതി തകരാറാണ് ഇപ്പോൾ നിലവിൽ KSEB റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ തന്നെ ഈ പണികൾ ആരംഭിക്കുകയും കാലാനുഗതമായി വളരെ വേഗത്തിൽ തന്നെ പണി തീർക്കുമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോഴും ഒരാഴ്ച കാലം കൂടി വേണ്ടി വരും എന്നുള്ളതാണ് KSEB അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിലവിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഭാഗികമായി തന്നെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അടുത്ത ഒരാഴ്ച കാലത്തേക്ക് ഇത്തരത്തിൽ വൈദ്യുത നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ PGCILൻ്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് സബ്സ്റ്റേഷനിലെ 400 എന്നുള്ള KB സ്റ്റേഷനിലാണ് ഇപ്പോൾ നിലവിൽ തകരാർ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അടുത്ത ഒരാഴ്ച കാലത്തേക്ക് ഈ ജില്ലകളിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇത്തരത്തിൽ വൈദ്യുത നിയന്ത്രണം ഉണ്ടാകേണ്ടി വരുമെന്നുള്ളതാണ് KSEB അറിയിച്ചിരിക്കുന്നത്.